സാന്റിയാഗോയിലെ ആദ്യ മിനിറ്റിൽ തന്നെ എംബാപ്പയ്ക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും വിധം റിയൽ മാഡ്രിഡിന്റെ ഡിഫൻസിൽ നിന്നും ഒരു പന്ത് ഉയർന്നു വരുന്നുണ്ട്. കിലിയന്റെ റണ്ണും ആന്റിസിപ്പേഷനും കൃത്യമായതോടെ പ്രതിരോധ താരങ്ങളെ ഓടിത്തോൽപ്പിച്ച് എഡേഴ്സനെ കബളിപ്പിക്കാൻ അയാൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല. എന്നാൽ ആ മത്സരത്തിൽ ഹാട്രിക് പൂർത്തിയാക്കിയ കിലിയൻ എംബാപ്പെ എന്ന ഈ ഫ്രാൻസുകാരനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ സിറ്റിയുടെ മാർമോഷ് റിയൽ ബോക്സിലേക്ക് ഓടിക്കയറുന്ന വേളയിൽ പിറകിൽ നിന്നും പാഞ്ഞെത്തി ക്ലിയർ ടാക്കിലൂടെ അവിടെ രക്ഷകനാകുന്നുണ്ട് ഇയാൾ. ശേഷം റൂഡ്രിഗറുമൊത്ത് ആ നിമിഷത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻ വാൽവർത്തെ തൻ്റെ ജോബ് അപ്രിഷ്യേറ്റ് ചെയ്ത് ആലിംഗനം ചെയ്യുന്നു. സമകാലിക ഫുട്ബോളിൽ മാഡ്രിഡ് നിരയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന നാമം, പേര് റൗൾ അസെൻസിയോ. പ്രായം 22 ആയിട്ടുള്ളൂ. ഡാനി കർവഹൽ നയിക്കുന്ന മാഡ്രിഡ് ഡിഫൻസിനെ പരിക്ക് വരിഞ്ഞു മുറുക്കുന്നിടത്താണ് ഈ യുവതാരത്തിന്റെ കടന്നുവരവ്. പരിചയസമ്പന്നർ വായുന്ന നിരയിലേക്കാണ് റയലിന്റെ യൂത്ത് ടീമിൽ നിന്നും റൗൾ ചുവടുകൾ വെച്ച് തുടങ്ങുന്നത്. ഒസാസുനക്കെതിരെ 30-ാം മിനിറ്റിൽ മിലിറ്റാവോ ഇഞ്ചുറിയാൽ തിരികെ കയറുമ്പോൾ കാർലോക്ക് മുമ്പിൽ മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. എക്സ്പീരിയൻസ് താരങ്ങളെ കൂടുതൽ ഉപയോഗിക്കുന്ന ആഞ്ചലോട്ടിക്ക് ആ 21-കാരന്റെ പ്രകടനത്തിൽ വിശ്വാസമുണ്ടായി കാണണം. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഒരു അസിസ്റ്റും ക്ലീൻ ഷീറ്റുമായി ലാലിഗയിൽ അയാൾ രംഗപ്രവേശനം നടത്തുന്നു. അവിടെ നിന്നങ്ങോട്ട് ഓരോ മത്സരത്തിലും ആദ്യ ലെവലിലും പകരക്കാരൻ്റെ റോളിലുമായി അയാൾ നിറഞ്ഞാടുകയാണ്. 22-കാരനാണെങ്കിൽ കൂടി ഒരു പരിചയസമ്പന്നനായ താരത്തിന്റെ മെച്യൂരിറ്റിയാണ് അയാൾ മൈതാനത്ത് പുറത്തെടുക്കുന്നത്. പന്തിന്റെ റീച്ചും പൊസിഷനും മനസ്സിലാക്കി അയാൾ നടത്തുന്ന ഓരോ ടാക്കിളുകളും അസാധ്യമാണ്. ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും കാർഡിലേക്കോ ഫൗളിലേക്കോ വഴിവെക്കുന്നതാണ് അയാൾ കൃത്യമായി മൈതാനത്ത് ആസൂത്രണം ചെയ്യുന്നത്. പലപ്പോഴും അഗ്രസീവായി തൻ്റെ സഹതാരങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന മെന്റാലിറ്റിയാണ് റൗൾ അസെൻസിയോയെ വ്യത്യസ്തനാക്കുന്നത്. ഏത് മികച്ച സൂപ്പർ താരങ്ങളെയും കാമൻ കൂളായി നേരിടലാണ് അയാളുടെ സ്റ്റൈൽ. ഒരുപക്ഷെ ഗോളടിക്കുന്നതിൽ കൂടി റൗൾ പ്രതിബദ്ധം തെളിയിച്ചാൽ പിന്നെ ആ പഴയ റാമോസിന്റെ കളിശൈലിയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് തന്നെ കരുതാം. ചെറുപ്പം മുതൽ സ്പെയിനിന്റെ നാഷണൽ ടീമിന് വേണ്ടി ബൂട്ട് കെട്ടണമെന്ന അവന്റെ മോഹം ഒരുപക്ഷെ യാഥാർത്ഥ്യമായാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു സഖ്യത്തെ കൂടിയായിരിക്കും. 18-കാരൻ കുബാർസിയും 22-കാരൻ റൗൾ അസെൻസിയോയും സ്പാനിഷ് പ്രതിരോധം അടക്കി ഭരിക്കുന്നത് ഒന്നോർത്തു നോക്കുക. പണ്ടൊരിക്കൽ റാമോസും പീക്കയും ഡിഫൻസ് കാത്ത ആ സ്ഥാനം അലങ്കരിക്കാൻ ബാർസയുടെയും റയലിന്റെയും തന്നെ 2 താരങ്ങൾ. യുവതാരങ്ങളെ വെച്ച് കോച്ച് അങ്ങനെ ഒരു റിസ്ക് എടുക്കുമോ എന്നും കണ്ടറിയേണ്ടതാണ്. ഇന്ന് സിറ്റിയെയും തകർത്ത് തരിപ്പണമാക്കിയതോടെ മാഡ്രിഡിന്റെ പ്രതിരോധത്തിൽ ഒരു സ്ഥാനം അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. റാമോസിന്റെ കളിശൈലിയെ ഓർമ്മിപ്പിക്കും വിധം റയലിൽ മറ്റൊരു താരം പിറവിയെടുക്കുമ്പോൾ ഓരോ മാഡ്രിഡ് ആരാധകരും വലിയ പ്രതീക്ഷയാണ്. എല്ലാവരുടെയും പ്രതീക്ഷക്കത്തുയരാൻ അയാൾക്ക് സാധിക്കും.